അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താണ്. ഈ പറയുന്ന 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയതിന് ശേഷം +1 ഹ്യൂമാനിറ്റീസ് പ്രിഫർ ചെയ്ത ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അതായത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരം വൈകി കിടന്ന് നേരം വൈകി എണീക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക. ഏതാ പ്രിഫർ ചെയ്യുക? നബിഹ 10ൽ ഫുൾ എ പ്ലസ് വാങ്ങിയ ആളാണ്, എന്നിട്ട് ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളാണ്. ഞാനും 10ൽ ഫുൾ എ പ്ലസ് വാങ്ങിയ ആളാണ്, ഞാൻ എന്നിട്ട് ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളാണ്. നമ്മളൊക്കെ ഇത് എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നൊരു ഡൗട്ടിലേക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? നല്ല കാര്യമാണ്, നല്ല ഓപ്ഷൻസ് ഉണ്ട് തോന്നുന്നു. ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോബൊക്കെ ഹ്യൂമാനിറ്റീസിലാണുള്ളത്, നല്ല സാലറി ഉള്ള ജോബ്, ഗവൺമെന്റ് ജോബ്സ് ഒക്കെ. വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണത്. ഹായ് ഗൈസ്, എൻ്റെ പേര് സൽസബിൻ എന്നാണ്. നിങ്ങളുടെ എക്കണോമിക്സിലെ ടീച്ചറായിട്ട് എജുപോർട്ടിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടുത്താണ്. വേറെ ഒന്നുമല്ല, 10ാം ക്ലാസ് വരെ എല്ലാവരും പഠിക്കും. 10ാം ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തൊക്കെ പഠിക്കും. ആ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മാക്സിമം കിട്ടുന്ന ഫുൾ എ പ്ലസ് ആണ്. ആ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും എല്ലാവരും പറയും സയൻസ് എടുത്തോ അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തോ. ആരും പ്രിഫർ ചെയ്യാത്ത ഹ്യൂമാനിറ്റീസ് ഉണ്ടല്ലേ? ഈ പറയുന്ന 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയതിന് ശേഷം +1 ഹ്യൂമാനിറ്റീസ് പ്രിഫർ ചെയ്ത ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഞാൻ നിൻ്റെ പഠനം ബാധിക്കും, പഠനത്തെ മോശമാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കുറച്ച് ടിസ്റ്റുകളൊക്കെ ഉണ്ട്, കുറച്ച് മാറ്റങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നബിഹ നസ്രീൻ ഫ്രം തിരൂർ, മലപ്പുറം ജില്ലയിൽ തിരൂരിലാണ് ഇവർ വീടൊക്കെ വരുന്നത്. നബിഹ നസ്രീൻ എന്ന് പറയുമ്പോൾ ആ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻ്റലിജൻ്റ് ആണോ? ആ പേര്, അതായത് നമ്മളൊക്കെ പേരിടാറുണ്ട്. ആ പേരിന് കറക്റ്റായിട്ട് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പേഴ്സണാലിറ്റിയുള്ള ആൾ തന്നെയാണ് നബിഹ നസ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കഴിഞ്ഞ നമ്മുടെ +1 പരീക്ഷ കഴിഞ്ഞു. +1 പരീക്ഷ കഴിഞ്ഞപ്പോൾ 580 മാർക്കാണ്. കാരണം ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനൊക്കെ പരീക്ഷ വരുന്നത് 580 മാർക്കാണുള്ളത്. നിങ്ങൾക്ക് ജിയോളജി ആയതുകൊണ്ട് ലാബ് ഉണ്ടാവും. ഇപ്പോൾ സാധാരണ ഹ്യൂമാനിറ്റീസിന് 600 മാർക്കാണ് ഉണ്ടാവുക. പക്ഷേ ഇവർക്ക് 580 മാർക്ക് വരാൻ കാരണം ജിയോളജിയാണ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. സാധാരണ സോഷ്യോളജിക്കോ സൈക്കോളജിക്കോ ഒക്കെ പകരമായിട്ട് ജിയോളജി, അതിന് പ്രാക്ടിക്കൽ വരുന്നതുകൊണ്ട് ലാബൊക്കെ വരുന്നതുകൊണ്ട് +2 ലാബ് ഉണ്ടാകുന്നതുകൊണ്ട് 580 മാർക്കാണ്. ആ 580 മാർക്കിൽ 573 മാർക്ക്, അതായത് എത്ര പെർസെൻറ്റേജാണ്? 98% മുകളിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ടായ ഒരു കുട്ടി ഈ പറഞ്ഞ +1 ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചിട്ട് അവിടെ കിട്ടിയ മാർക്കാണ് ഈ പറഞ്ഞ 98% എന്ന് പറഞ്ഞത്. അത് വെറുതെ കിട്ടുന്നില്ല. ബാക്കിയുള്ള സബ്ജക്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റും കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പറ്റും. പക്ഷേ ഹ്യൂമാനിറ്റീസ് കുറച്ചും കൂടി നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല, കുറച്ചുകൂടി നീട്ടിപ്പരത്തി എഴുതലാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണ്, എന്തുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത്? പൊതുവെ ഹിസ്റ്ററിയോടുള്ള താല്പര്യം. ഓക്കെ, ഹിസ്റ്ററിയോട് താല്പര്യം. അപ്പോൾ ഹിസ്റ്ററി ഇങ്ങനെ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? മുൻപ് പഠിപ്പിച്ച ഏതെങ്കിലും അധ്യാപകർ അങ്ങനെ എന്തൊക്കെ? ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. എജുപോർട്ടിൻ്റെ ക്ലാസ് +1 എത്തിയതിന് ശേഷമാണ് കണ്ടു തുടങ്ങിയത്? അല്ല, ഞാൻ 10th മുതൽ കാണുന്നത്. 10th കാണുന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ഏകദേശം ടീച്ചേഴ്സിനൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ? അന്ന് നാഫി സാറിനെ കണ്ടിട്ടില്ല അന്ന്? ഓക്കെ. അപ്പം നമ്മുടെ എജുപോർട്ടിൽ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സാറും കൂടി ആരാണ്? നാഫി സാറാണ്. നാഫി സാറിൻ്റെ ഹിസ്റ്ററി ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്, ഉഷാറായിരുന്നല്ലേ? ഓക്കെ, ഫൈൻ. പിന്നെ ഏതൊക്കെയായിരുന്നു ഓപ്ഷൻസ് സബ്ജക്റ്റ് ഉണ്ടായിരുന്നത്? ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ജിയോളജി. ഓക്കെ. അപ്പോൾ അതാണ് പ്രത്യേകത. സാധാരണ സബ്ജക്റ്റ് സോഷ്യോളജിയാണ് വരാറുള്ളത്, ഇത് ജിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ജിയോഗ്രഫി അല്ല, വേറെ മെയിനായിട്ട് ഈ ജിയോളജിയിൽ എന്താ പഠിക്കാനുള്ളത്? റോക്സ്, ശിലകൾ, കല്ലുകളെ കുറിച്ചാണ് അധികം പഠിക്കാനുള്ളത്. നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയുക ലിത്തോസ്ഫിയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഫൈൻ. ഈ പറയുന്ന എജുപോർട്ടിൽ ജോയിൻ ചെയ്തിട്ടാണോ +1 പഠിച്ചിരുന്നത്? ഓക്കെ. എജുപോർട്ടിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? എന്തെങ്കിലും ഉണ്ടോ? ഹ്യൂമാനിറ്റീസ് ബെറ്റർ എജുപോർട്ടാണ്. ഓക്കെ, ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് മുൻപ് ഇപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യണതിന് മുമ്പേ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കിയിരുന്നു? എങ്ങനെയുണ്ടത്? ഡെമോ നോക്കിയിരുന്നു? അതിൽ എക്കണോമിക്സ് കണ്ടിരുന്നു? ഓക്കെ, എക്കണോമിക്സ് എടുക്കുന്ന ഫാക്കൽറ്റി ഞാനാണ്. ഓക്കെ, എക്കണോമിക്സ് ക്ലാസ്സിനെ കുറിച്ച്, എജുപോർട്ടിലെ എക്കണോമിക്സ് ക്ലാസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല ക്ലാസ്സാണ്. ഓക്കെ, പഠിപ്പിക്കുന്ന മനസ്സിലാവാറുണ്ടോ? ഓക്കെ, നമ്മളെങ്ങനെയാണ് പഠിച്ചു പോകാറുള്ള പൊതുവെ? അതായത് എക്കണോമിക്സ് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത അറിയാം, ബാക്കി എല്ലാം പോലെയല്ല, ചെയ്ത് പഠിക്കണം. നമുക്ക് കാണാപ്പാടം പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മെയിനായിട്ട് അത് പഠിക്കാൻ, ഓക്കെ, എക്കണോമിക്സ് പഠിക്കാൻ മെയിനായിട്ട് എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്? എക്കണോമിക്സ് മെയിനായിട്ട് ഞാൻ സാറ് ക്ലാസ് എടുക്കുന്നതിനൊപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കും. അപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കണം. ആ ഒരു കണ്ടന്റ് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് പിന്നെ ചോദ്യം വരുമ്പോൾ ചെയ്ത് പഠിക്കും. അങ്ങനെയാണ് എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. പിന്നെ വരുന്ന നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് പഠിച്ചിരുന്നത്? പൊളിറ്റിക്കൽ സയൻസ് പിന്നെ നമ്മൾ കുറേ കേട്ട സംഭവങ്ങളൊക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ പറയുന്ന +1 പഠിച്ച സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ സബ്ജക്റ്റ് ഏതായിരുന്നു?
എക്കണോമിക്സ് ആയിരുന്നു, എക്കണോമിക്സ്. പക്ഷെ നല്ല മാർക്ക്, ഫുൾ മാർക്ക് എക്കണോമിക്സിലാണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എക്കണോമിക്സിന്. ഓക്കെ, വളരെ നല്ല അച്ചീവ്മെൻ്റ് ആണത്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന +1 ജോയിൻ ചെയ്തിട്ടാണോ എഡ്യൂബോർഡിൽ ജോയിൻ ചെയ്തത്? അല്ലല്ല, മുമ്പേ ചേർന്നിട്ടുണ്ട്. അപ്പം അത് ആദ്യം പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അത് നേരത്തെ ജോയിൻ ചെയ്ത് നന്നായി തോന്നിയിട്ടുണ്ടോ? ഓക്കെ, അതായത് ഇപ്പം നമ്മൾ സാധാരണ മുമ്പ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ടോ? സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പേ കറക്റ്റായിട്ട് അല്ലേ? അപ്പോൾ ഒരു ഐഡിയ കൃത്യമായിട്ട് കിട്ടിയായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് ഈ എക്സാമിൻ്റെ ഒരു 3 മാസം മുമ്പൊക്കെ ഒരു നമ്മുടെ എഡ്യൂബോർഡ് ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വിചാരിക്കുക. അതിൻ്റെ മുൻപ് അഥവാ ഓണം എക്സാമിൻ്റെ സമയത്ത് ജോയിൻ ചെയ്യണോ അതോ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യണോ നല്ലത് തോന്നിയില്ലേ? ഓണം എക്സാമിന് മുമ്പ്. കാരണം നേരത്തെ തുടങ്ങിയ അത്രയും നല്ലത് അല്ലേ? നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയ, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്പീഡിൽ പഠിച്ചു പോകേണ്ടി വരും, കവർ ചെയ്യാൻ പറ്റൂല, ടോപ്പിക് ഒരുപാടായിട്ട് തോന്നും അല്ലേ? നമ്മളെ മറ്റേ പഴഞ്ചൊല്ല് പറഞ്ഞാൽ പയ്യെ തിന്ന പനയും തിന്നാന്ന് പറഞ്ഞ പോലെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എഡ്യൂബോർഡിൽ ആപ്പിൽ ജോയിൻ ചെയ്താണല്ലോ, നിങ്ങൾക്ക് എഡ്യൂബോർഡിൽ തരുന്നൊരു ഫീച്ചറാണ് മെൻറ്റേഴ്സ് തരുന്ന സംഭവം, അഥവാ ക്ലാസ് ടീച്ചർ തന്നെ. ഈ മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറായിട്ടാണ് തോന്നിക്കുന്നത് അതോ ഫ്രണ്ടായിട്ടാണോ? ഫ്രണ്ട്. നല്ലൊരു ക്ലോസ് ഫ്രണ്ട് അല്ലേ? ഓക്കെ, ഫസ്റ്റ് ഇയർ ഇപ്പോൾ +1 പഠിച്ച സമയത്ത് ആരായിരുന്നു മെൻറ്ററായിട്ട്? ദിയ മിസ്. എങ്ങനെ ഉണ്ടായിരുന്നു ആള്? ഓക്കെ, മിസ് മെയിനായിട്ട് പഠിക്കാൻ ടോപ്പിക് ഉണ്ടാവും, പഠിച്ചോ എന്ന് പറഞ്ഞ് പോവുകയാണോ ചെയ്യുക? പിന്നെന്താ ചെയ്യാനുണ്ടായിരുന്നു? മിസ് പെൻഡിങ് വന്നാൽ വിളിച്ചിരിക്കും, എന്താ പെൻഡിങ് കിട്ടുമെന്ന് ചോദിക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും ഏത് സബ്ജക്റ്റിൽ എക്സാമിലൊക്കെ മാർക്ക് പറഞ്ഞാൽ എങ്ങനെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് അതെങ്ങനെ എഴുതിയെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞുതരും. ഓക്കെ, നല്ല ഗൈഡ് തന്നെയാണ്. അത് ടീച്ചറായിട്ടാണ് തോന്നിയത് ഫ്രണ്ടായിട്ടാണ് തോന്നിയത്? ഫ്രണ്ടായിട്ടാണ്. ഓപ്പൺ ആയിട്ട് പറയണേ, ഫ്രണ്ടായിട്ട് തോന്നിയത്. ഓക്കെ, ഇപ്പോൾ +2ലും മെൻറ്റർ ഉണ്ട്, ദിയ മിസ് തന്നെയാണോ? ആള് മാറി. ഓക്കെ, ഫസ്റ്റ് മിസ്. ഓക്കെ, മിസ് എങ്ങനെയുണ്ട്? മിസ് അടിപൊളിയാണ്, ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെ കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരും. ഓക്കെ, കൃത്യമായിട്ട്. അപ്പം അതായത് മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മുടെ നിഴല് പോലെ തന്നെയാണ് അല്ലേ? നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരാളായിട്ട്. പിന്നെ പഠിക്കുന്ന സമയമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കും. രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്ന ആളാണ്. രാത്രി പഠിക്കാറില്ല? രാത്രി അങ്ങനെ ഓവർ നേരം ഇരിക്കൂല, എനിക്ക് രാവിലെ രാവിലെയാണ് ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ പഠിക്കണം അല്ലേ? രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്തും പഠിച്ചിട്ടാണോ പോകാറില്ലേ? ഓക്കെ, രാവിലെ എത്ര മണിക്ക്? രാവിലെ 4 മണിക്ക് എണീക്കുന്നു, എന്നിട്ട് സ്കൂളിലൊക്കെ എപ്പോഴാണ് പോവുക? സ്കൂളിൽ ഞാൻ 8 മണിക്കാണ് ബസ്. അതിന് മുമ്പ് ഒരു ഒരുങ്ങാനൊക്കെ നമുക്കൊരു 1.5 മണിക്കൂർ കൂടി ഒരു 6:30 നമുക്ക് നിർത്തുന്ന രീതി അല്ലേ? എന്തായാലും രാവിലെ 2 മണിക്കൂർ ഇരിക്കാം അല്ലേ? പിന്നെ സ്കൂളിൽ ചെന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെപ്പോഴും തിരിച്ചെത്തുക? വീട്ടിൽ ഞാൻ 6 മണിയാവും. 6 മണിക്ക് തിരിച്ചെത്തുന്നു. 6 മണിക്ക് തിരിച്ചെത്തിയതിനു ശേഷം പിന്നെ രാത്രി പഠിക്കാറുണ്ടോ? രാത്രി ഞാനൊരു 7-8 മണിയാകുമ്പോൾ ഇരിക്കും. ഓക്കെ, ഇത് പഠിക്കുകയാണോ അതോ തന്നിരിക്കുന്ന വർക്ക് ചെയ്യണോ ആ സമയത്ത് ചെയ്യാറില്ല? വർക്ക് ഞാൻ പരമാവധി സ്കൂളിൽ നിന്ന് എഴുതി തീർക്കാൻ നോക്കും. സ്കൂളിൽ നിന്ന് ചെയ്യാൻ പെൻഡിങ് ഉള്ളത് വീട്ടിൽ നിന്ന് എഴുതും, എന്നാലും ഒരു 2 അവർ പഠിക്കാൻ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങി ഒരു 3 മണിക്കൂറെങ്കിലും അല്ലേ? മറ്റേ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഹോംവർക്കൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ സമയം പോകുമല്ലേ? ഓക്കെ, അപ്പം നേരത്തെ കിടന്നുറങ്ങുന്ന ആളാണോ? ചില ദിവസങ്ങളിൽ പെൻഡിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 11:30 ഒക്കെ ആവും, ചിലപ്പോൾ 11 മണിയാകുമ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ സാധാരണ നേരത്തെ കിടക്കുന്ന ആളാണ്. അപ്പോൾ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കും. അത് തോന്നിയിട്ടുണ്ടോ നല്ല കാര്യമാണ് നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്ഷൻ തരികയാണ്. അതായത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നേരം വൈകി കിടന്ന് നേരം വൈകി എണീക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക. ഏതാ പ്രിഫർ ചെയ്യുക? നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുക. പിന്നെ ഞാൻ ചോദിക്കുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എഡ്യൂബോർഡ് ആപ്പിൽ തന്നെ മറ്റൊരു ഫീച്ചറുണ്ട്, അഡാപ്റ്റീവ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട്. നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് അല്ലേ? അത് ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിലുണ്ടാവും അല്ലേ? അത് ചെയ്ത് നോക്കിയപ്പോൾ എന്തായിരുന്നു ഫീലിംഗ് ചെയ്തത്? ഓക്കെ ആയിരുന്നു? ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണോ അതിൽ? അത് ആ ഒരു ഫീച്ചർ എക്സ്ട്രാ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, അതായത് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ടോപ്പിക്ക് കവർ ചെയ്താലേ നമുക്കത് മനസ്സിലാക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോയെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ടോപ്പിക്ക് പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചാലില്ലെങ്കിലും നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, പിന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഹ്യൂമാനിറ്റീസ് പ്രിഫർ ചെയ്തല്ലോ, സ്വാഭാവികമായിട്ട് വെറുതെ ഒരാൾ വന്നിട്ട് ഹ്യൂമാനിറ്റീസ് പ്രിഫർ ചെയ്യുന്നില്ല. ഹ്യൂമാനിറ്റീസ് പ്രിഫർ ചെയ്തിട്ട് എന്തായാലും ലക്ഷ്യം ഉണ്ടല്ലോ, ലക്ഷ്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മുടെ +2 റിസൾട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അപ്പം എന്തായാലും ആ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയല്ലേ? ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് ഹ്യൂമാനിറ്റീസ് എടുക്കാൻ വരുന്ന കുട്ടികളുണ്ടാവില്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുൾ A+ കിട്ടി വിചാരിക്കുക. ഓക്കെ, നബിഹ 10ൽ ഫുൾ A+ വാങ്ങിയ ആളാണ്, എന്നിട്ട് ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളാണ്. ഞാനും 10ൽ ഫുൾ A+ വാങ്ങിയ ആളാണ്, ഞാൻ എന്നിട്ട് ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളാണ്. നമ്മളൊക്കെ ഇത് എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നൊരു ഡൗട്ടിൽ ആൾക്കാരുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? ധൈര്യമായിട്ട് എടുത്തോളും, ബാക്കിയുള്ള സബ്ജക്റ്റ് അത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കും വേണ്ട, കൂളായിട്ട് ഇരുന്ന് പഠിക്കാം, മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ്.
നമുക്ക് പഠനം എൻജോയ് ചെയ്യാൻ എൻജോയ് പറ്റും ചെയ്യാൻ പറ്റും, അല്ലേ? സ്കൂളും ക്യാമ്പസൊക്കെ ഉഷാറായിട്ട് കൊണ്ടുനടക്കാൻ ചെയ്യാൻ പറ്റും, അതേപോലെ പഠിക്കാനും പറ്റും. പഠിക്കാനും പറ്റും, എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ട് കരിയർ ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല. ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും കരിയർ ഉണ്ടല്ലോ. അത് നല്ല കരിയറാണോ മോശം ആവറേജ് കരിയറാണോ? എങ്ങനെ തോന്നിയിട്ടുണ്ട്? നല്ല കരിയർ, നല്ല ഓപ്ഷൻസ് ഉണ്ട് തോന്നി. ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ജോബൊക്കെ ഹ്യൂമാനിറ്റീസിലാണുള്ളത്, നല്ല സാലറി ഉള്ള ജോബ്. ഗവൺമെന്റ് ജോബ്സ് ഒക്കെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണത്. ഒരുപാട് സാലറി കൂടുതൽ കിട്ടുന്ന ഒരു ജോബ് കൂടിയാണ് ഹ്യൂമാനിറ്റീസ് പഠിച്ചിട്ടാക്കുള്ളത്. പക്ഷെ പലർക്കും ഈ ഒരു സംഭവം അറിയാറില്ല. എന്താ കാരണം എന്നറിയാം ഇത് അറിയാത്തത്? പൊതുവെ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കണത് സയൻസ് ആണ് ബെസ്റ്റ്. അതെ, പൊതുവെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്, അതായത് 10 വർഷം മുമ്പ് ഞാൻ പ്ലസ് 1 ചേരുന്ന സമയത്തും എന്നോടും പറഞ്ഞത് തന്നെയാണ് സയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്, ഹ്യൂമാനിറ്റീസ് ഏറ്റവും ലോവസ്റ്റ്. അവിടെ വരുന്ന കുട്ടികൾ എങ്ങനെയായിരിക്കും? ഒക്കെ ലാസ്റ്റ് അഡ്മിഷൻ കിട്ടാതെ അങ്ങനെ കുട്ടികളെ. പക്ഷേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഹ്യൂമാനിറ്റീസ് പഠിച്ചപ്പോൾ? ഹ്യൂമാനിറ്റീസ് പഠിച്ചപ്പോൾ ഒരു ഏറ്റവും താഴേക്കുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റിയാണോ ഹ്യൂമാനിറ്റീസ്? അല്ല, ഹ്യൂമാനിറ്റീസ് പഠിക്കണ എഫേർട്ട് വേണോ വേണ്ടേ? നല്ല പോലെ വേണം, കുറച്ച് മതി, നല്ല എഫേർട്ട് ഇട്ട് പഠിക്കണം. അത് ഏകദേശം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു ഹ്യൂമാനിറ്റീസ് നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണോ? ഉറപ്പാണ്. ഓക്കെ, ഈ ഹ്യൂമാനിറ്റീസ് പഠിച്ച സമയത്ത് ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു? ഹ്യൂമാനിറ്റീസ് പഠിച്ച എനിക്ക് എക്കണോമിക്സ്. എന്താ കാരണം? പൊതുവെ മാത്സ് ഇഷ്ടമാണ്. ബാക്കിയുള്ളതൊക്കെ പഠിച്ച് ഇങ്ങനെ പോകാം, ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ പ്ലസ് 2 പഠിക്കുന്നത്, ഇപ്പൊ പ്ലസ് 2 എന്തായാലും തുടങ്ങിയല്ലോ. എങ്ങനെയുണ്ട് ഇപ്പൊ എക്കണോമിക്സ് ആണ് ഇപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. ആക്ച്വലി ഇപ്പം എക്കണോമിക്സ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ഡേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്ലസ് 2 കഴിയുമല്ലോ. ആ ഒരു സമയമാകുമ്പോഴേക്ക് ഞാൻ ഗ്യാരണ്ടി തരാം. എജുബോർഡ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പ്ലസ് 2 ബാച്ചിലുണ്ട്. ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യണ്ടല്ലോ, ഞാൻ ഗ്യാരണ്ടി തരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ഗ്യാരണ്ടി എന്നാണ്. അതായത് ഈ പറഞ്ഞ പ്ലസ് 2 കഴിയുന്ന സമയത്ത് ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചിറങ്ങിയ ഒരു സബ്ജക്റ്റായിട്ട് എക്കണോമിക്സ് മാറും. അത് എജുബോർഡിൽ ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. അത് തോന്നുന്നുണ്ടോ ഗ്യാരണ്ടി ഉറപ്പായിരിക്കും എന്നുള്ള കാര്യം? കാരണം പ്ലസ് 1 പഠിച്ച സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ എക്കണോമിക്സിന്. പിന്നെന്തായി? ഏറ്റവും ഇഷ്ടപ്പെട്ട് മാറി. അതിന് കാരണം എക്കണോമിക്സ് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ. ഞാൻ ചോദിക്കുന്ന കാര്യം, എക്കണോമിക്സ് എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ലേ? അതിന് കാണാപ്പാടം പഠിക്കുന്ന പരിപാടി അവിടെ നടക്കും? ഇല്ല. തലേന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പറ്റുമോ? അതും പറ്റില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടാണ്. ഇത് കാണാപ്പാടം പഠിക്കാനില്ല, പിന്നെ നമ്മളെങ്ങനെ പഠിക്കണ്ടേ? ചെയ്ത് പൊതുവെ എക്കണോമിക്സ് കൂടുതൽ മാത്സ് ഒക്കെ വരുന്നത് ചെയ്ത് പഠിക്കണം. അത് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് അങ്ങനെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. കാണാപ്പാടം നടക്കൂല. അപ്പം നേരിട്ട് കാണാപ്പാടം പഠിക്കാതെ നമ്മൾ എഫേർട്ട് ഇട്ടാൽ മനസ്സിലാക്കി പഠിക്കാം അല്ലേ, റിസൾട്ട് കിട്ടുന്ന പോലെയാണ്. അപ്പം നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നു അതിനാണ് റിസൾട്ട് കിട്ടുക അല്ലേ. നമ്മൾ എഫേർട്ട് കുറച്ചാൽ റിസൾട്ട് മാറും. ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണ്, ഇപ്പം ഹ്യൂമാനിറ്റീസ് എടുക്കാൻ നിൽക്കുന്ന ഒരു കുട്ടി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു എങ്ങനെ ഡിഫിക്കൽട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഒരു കുട്ടിയോട് ആ കുട്ടി പറയുകയാണ് എനിക്ക് കൊമേഴ്സ് വേണ്ട, ഹ്യൂമാനിറ്റീസ് വേണ്ട, സയൻസ് വേണ്ട, ഞാൻ പ്ലസ് 1 പഠിക്കുന്നില്ല എന്ന് പറയാം. അങ്ങനെ തീരുമാനം എടുക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പം, 10ാം ക്ലാസ് കഴിഞ്ഞ് നിർത്തി പോയിരുന്നവരുണ്ടാവും. അപ്പം അവരോട് എന്താ പറയുന്നത് ശരിക്കും? അങ്ങനെ ചെയ്യണം എന്നാണോ? ചെയ്യാൻ പാടില്ല. എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതിൽ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു കുട്ടിക്ക് സയൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് വിചാരിക്കും, സയൻസ് വിഷയങ്ങൾ താല്പര്യമില്ല, ആ കുട്ടി കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുക്കാം, ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ ആ കുട്ടി അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ എന്താ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം? ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആണോ പാരൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ആണോ? കുട്ടിയുടെ ഇൻട്രസ്റ്റ്, കുട്ടീൻ്റെ കാലിബർ വെച്ചിട്ട് എടുക്കാം. ഓക്കെ, പാരൻറ്റ് ഫോഴ്സ് ചെയ്യുന്നതിനേക്കാൾ കുട്ടിക്ക് എന്താണ് ഇഷ്ടമുള്ള വെച്ചാൽ അത് പഠിക്കുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു കുട്ടി ഓപ്റ്റ് ചെയ്തു, ആ കുട്ടിക്ക് മേ ബി അതിനെക്കുറിച്ച് അറിയുന്നുണ്ടല്ലോ, കോഴ്സിനെ കുറിച്ച്. ഇപ്പോൾ ഫ്രണ്ട്സ് എടുക്കുന്ന കണ്ടിട്ട് നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പാടുണ്ടോ? ഫ്രണ്ട്സ് എടുക്കുന്ന കണ്ടിട്ട് കൊമേഴ്സ് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മുടെ റിലേറ്റീവിൽ ആരെങ്കിലും ഒരാൾ അവർ നമ്മുടെ കൂടെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർ കൊമേഴ്സ് എടുത്തതുകൊണ്ട് നമ്മൾ കൊമേഴ്സ് എടുക്കുക, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഹ്യൂമാനിറ്റീസ് എടുത്തതുകൊണ്ട് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ചോയ്സിനനുസരിച്ച് എടുക്കണം അല്ലേ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പഠിച്ച് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും, കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, മറ്റൊരു താല്പര്യം ഉണ്ടാവില്ല പഠിക്കാൻ. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ. ഇനി എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുള്ളതാണ്, എജുബോർഡ് ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ച ആളാണ്, അത്യാവശ്യം നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇതൊന്നുകൂടി ബെറ്റർ ആക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം, കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയ സബ്ജക്റ്റ് ഏതായിരുന്നു? ഇംഗ്ലീഷ് ആണല്ലേ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത സംഭവം പറയാൻ പറ്റും? എത്ര എക്സാമിന് എഴുതിയാലും മാർക്ക് കിട്ടാത്ത ഒരു കാര്യം. അപ്പം ഞാനൊരു ഒരു ഒപ്പീനിയൻ പറയുകയാണ്, നമ്മൾ ഇംഗ്ലീഷിനാണെങ്കിലും ഏത് സബ്ജക്റ്റാണെങ്കിലും നമ്മൾ എഴുതുന്ന കണ്ടൻറ്റ് മാർക്ക് കിട്ടാറില്ല. അപ്പം നമ്മൾ ഒരു ഇംഗ്ലീഷിൽ ഇപ്പം എജുബോർഡ് കൊടുക്കുന്നൊരു സംഗതി ഉണ്ട്, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ട് എന്താ തോന്നിയത്? ഓക്കെ, അപ്പം കൂടുതൽ കുട്ടികൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ഇംഗ്ലീഷ്. അതിന് കൃത്യമായിട്ടൊരു ഫൗണ്ടേഷൻ അവിടെ കിട്ടുന്നുണ്ട്. അത് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടോ?
ഒരു 100-ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? 100 100 കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ഫീച്ചർ എഡ്യൂപോർട്ടൽ ആപ്പിൽ പുതിയതുണ്ട്. +1 ആണെങ്കിലും +2 ആണെങ്കിലും എക്കണോമിക്സിൻ്റെ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? എന്താ തോന്നി? കണ്ടിട്ട് അടിപൊളിയായി തോന്നി. ഓക്കെ, അത് കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കഴിഞ്ഞ +2 റിസൾട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, കേരളത്തിലൊരു 30% കുട്ടികൾ തോറ്റ വിഷയം ഏതാ? എക്കണോമിക്സ്. അത്രയും കുട്ടികൾ തോറ്റ വിഷയമാണ്. അപ്പം അതിൽ ആ കുട്ടികൾക്ക് ബേസ് ഇല്ലാത്തതാണ് കാരണം. അപ്പോൾ ആ ബേസ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും, നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എക്കണോമിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം, ഉറപ്പല്ലേ? ഞാൻ ചോദിക്കട്ടെ, എക്കണോമിക്സ് ഏറ്റവും ബെസ്റ്റായിട്ട് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എക്കണോമിക്സ് +1 +2 ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ് എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നബിഹ ഓപ്പണായിട്ട് പറയാം, നബിഹ ആരെ പ്രിഫർ ചെയ്യുക? എഡ്യൂപോർട്ട് പ്രിഫർ ചെയ്യും. അതിന് കാരണം എന്ന് പറയുന്നത് നല്ല ക്ലാസ്സാണ്, ഫൗണ്ടേഷൻ കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ ഫൈൻ. അവിടെ ക്ലാസ് എടുക്കുന്ന ഇപ്പം ഞാൻ എൻ്റെ മുഖത്തോക്കി പറയുന്നില്ല. ഓക്കെ, അവിടെ ക്ലാസ് എടുക്കുന്നത് ഞാൻ. ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവാറുണ്ടോ? അത് ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്ന കുട്ടിക്കാണോ ഏറ്റവും താഴ്ന്ന കുട്ടിക്കാണോ മനസ്സിലാവുക? എല്ലാവർക്കും ഉള്ള രീതിയിലാണ്. അതായത് നല്ല പോലെ പഠിച്ചു പോകാൻ പറ്റും, ഉറപ്പല്ലേ? അതിലൊരു 100-ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റും. നബിയക്ക് ഇനി പറയാനുള്ളത്, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരോട് ഇപ്പോൾ നബിയക്ക് എന്താണ് ഈ മൊമെന്റിൽ പറയാനുള്ളത്? എല്ലാവരും പഠിച്ചാൽ ഒരാൾക്കുള്ളതാവും, അത്ര. ഓക്കെ, ഒരുപാട് പേര് പറയുന്നവരാണ് പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ പഠിച്ച കാര്യമുണ്ട്, ഉറപ്പല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ? എല്ലാവരും പഠിക്കുക, നല്ലപോലെ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, നല്ല കോളേജിലൊക്കെ പോയി പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് +2 കഴിഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, CUET എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? CUET കേട്ടിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂളുകളിലും, അഥവാ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവിടെ പഠിക്കാൻ പറ്റും. അവിടെയൊക്കെ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നതിനേക്കാൾ ഉപരി നല്ല പാക്കേജിൽ നല്ല ഫാക്കൽറ്റീസിനെ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. നല്ല പാക്കേജ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ അഡ്മിഷൻസ് ഈ പറഞ്ഞ കമ്പനികൾ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൽഹിയിൽ SRCC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ്. അവിടെ ആവറേജ് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് 2024 കൊടുത്ത സാലറി, ഇപ്പോൾ 100 പേര് പഠിച്ചിറങ്ങി, അവിടെ കൊടുത്ത ഒരാളുടെ ശരാശരി സാലറി എന്ന് പറഞ്ഞാൽ ഒരു വർഷം 8 ലക്ഷം രൂപയാണ്. അതായത് ഒരു മാസം 50,000 രൂപയുടെ മുകളിൽ. ഒരു ഡിഗ്രി പഠിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് എത്ര വയസ്സുണ്ടാവുക? 21 വയസ്സ് അല്ലേ? 21-22 വയസ്സ്. ആ ഒരു വയസ്സിൽ ഇത്രയും വലിയ സാലറി, അത് നല്ലതല്ലേ? ഓക്കെ, അപ്പോൾ അത് പഠിക്കാൻ കൊമേഴ്സ്, ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സ്, അത് നമുക്ക് കൊമേഴ്സ് എടുത്തവർക്കും പഠിക്കാം, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും പഠിക്കാം. ഞാൻ ചോദിക്കട്ടെ, കരിയർ ഓപ്ഷൻസ് ഇല്ല എന്ന് പറയാൻ പറ്റും? ഹ്യൂമാനിറ്റീസ് നല്ല പാക്കേജ് തന്നെ കിട്ടുന്നില്ലേ? അപ്പോൾ നമുക്കൊരു പാക്കേജ്, നമുക്കൊരു നല്ല ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മളവിടെ പഠിക്കണം. നമ്മളവിടെ ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കയറിയാൽ നമുക്ക് ചാൻസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ ഏത് ഫീൽഡിൽ പോയാലും അവിടെ നമ്മൾ ബെസ്റ്റാണോ, നമ്മളെ കുത്തി കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. അതാണ് സത്യമായിട്ടുള്ള കാര്യം. അതിപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ മറക്കണ്ട, നബിഹ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് നബിഹമാർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെയൊക്കെ പതുക്കെ നമ്മുടെ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇത്രയും വലിയ വിജയം നേടിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ നബിഹയ്ക്ക് തന്നെ കൊടുക്കുന്നത്. കാരണം നമ്മളിഷ്ടപ്പെട്ട് നമ്മൾ പഠിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലേ? ആ ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നത് വരെ നമുക്കെല്ലാം ബാക്കി കിട്ടും. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ എഡ്യൂപോർട്ട് തയ്യാറായിരിക്കും. പഠിക്കാൻ ആര് തയ്യാറാവണം? നമ്മൾ തയ്യാറാവണം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ കൂടെ നിൽക്കാം. നല്ല റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നതിന് മുമ്പായിട്ട് ഇത്രയും വലിയൊരു വിജയം നേടിയില്ല നബിഹയ്ക്ക് എഡ്യൂപോർട്ടിൻ്റെ എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ഇനിയും നല്ല വിജയങ്ങളും, അതോടൊപ്പം തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്ത് മറ്റുള്ളവരുടെ ഒരു മാതൃകയായിട്ട് അവർക്കൊരു റോൾ മോഡലായിട്ട് പറയാൻ പറ്റിയ ഒരാളായി മാറട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.